Hi, hello everyone. Welcome back to Misty Daffodils. Amma, today's a holiday. What are we going to make special? നമുക്കൊന്നൊരു ചിക്കൻ റെസിപ്പി ആയാലോ? ചിക്കൻ കൊണ്ടാട്ടം. Chicken Kondattam, what's that? അത് കുറച്ച് സ്പൈസിയും ചെറിയൊരു മധുരവും ഒക്കെ ഉള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. Okay. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ? Okay, let's get started. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 800 ഗ്രാം മീഡിയം സൈസുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് പോലെ നല്ലവണ്ണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ മസാലകളൊക്കെ ഇതിലേക്ക് ചിക്കനിലോട്ട് പിടിക്കാം. 1 മണിക്കൂർ നേരമായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മതിയാവും. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. Amma, why are we adding curry leaf? കറിവേപ്പില നമ്മൾ ചേർക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലോട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓരോ പീസായി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം വീണ്ടും വേവിക്കാം. പിന്നെ നമ്മൾ ചിക്കൻ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല, നല്ല എല്ലാ ഭാഗത്തും ഒരു ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ചിക്കനും കൂടെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന ഓയിലിൽ ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ മതിയാവും. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ചോളൂ. ഇത്ര മാത്രം മതി നമുക്ക്. ഇനി അതിലോട്ട് 40ഓളം ചെറിയുള്ളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം ചെറിയുള്ളി. ഇനി അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 2 വറ്റൽമുളക് പീസായി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് മസാലപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ മസാല പൗഡേഴ്സിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി അതിനുശേഷം ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് ഈ മസാലകളൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം വെള്ളമാണ്. അതും കൂടി ചേർത്ത് വീണ്ടും നമുക്കിതെല്ലാം മസാലകളൊക്കെ നന്നായി മിക്സ് ചെയ്യാം. നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർക്കാനുള്ള സമയമായി. നമുക്ക് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഈ മസാലകളും ചിക്കനും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലവണ്ണം എല്ലാ ചിക്കനും മസാലകളും മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയല്ല, മസാലകളും ചിക്കനും എല്ലാം ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം 10 മിനിറ്റ് നേരം കഴിഞ്ഞു.
അങ്ങനെ ഇത് സ്വാദിഷ്ടമായ ചിക്കൻ കൊണ്ടാട്ടം ഇത് റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെയും കൂടെയും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. If you like a video, please like, share and subscribe.